നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളെന്തിനാ കരയുന്നേ? കല്യാണം കഴിക്കാൻ ഒരു വൃദ്ധനെ കിട്ടാത്തതിന്റെ സങ്കടമാ. ഇപ്പോഴാ ഇവിടെ മനസ്സിൽ സങ്കല്പം ഇതാണെന്ന് മനസ്സിലായത്. അതൊക്കെ ഇവള് വെറുതെ പറയുന്നതാവും. മുമ്പ് ഒളിച്ചോടി പോയത് ഒരു ചെറുപ്പക്കാരന്റെ കൂടെയല്ലേ. അവനെ പോലെയുള്ള ഒരു അലവലാതിയാവും ഇവൾ ആഗ്രഹിക്കുന്നത്. ആന്റി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ആന്റി പറയുന്ന ആരെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ചോളാം. നീ ഇനി ഒരു ആലോചന കൂടി ഉഴപ്പിയ ആ നിമിഷം ഞാൻ ഇവരുടെ താലികെട്ടിനുള്ള മുഹൂർത്തം കുറിപ്പിക്കും. പ്രതിജ്ഞ മറക്കാൻ നിധി തയ്യാറാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. നിധി, നീ രാവിലെ റെഡി ആവണം. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ശരി അമ്മ. എവിടേക്കാ എന്നെ പോകുന്ന? അത് നീ എന്തിനാ അറിയുന്നത്? എന്റെ കൂടെ വരുന്ന നിധി പോലും പോകുന്ന സ്ഥലം ചോദിച്ചില്ല. പിന്നെ നിനക്കെന്താ കാര്യം? സോറി ആന്റി, എനിക്കുള്ള വല്ല കല്യാണാലോചന ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പിന്നെ പാറു നിന്റെ കല്യാണ ബ്രോക്കർ അല്ലേ? നിനക്കേ ഇന്നത്തേക്കുള്ളതായില്ലേ? ഇനി പോയി കിടന്നിറങ്ങ്. ചെല്ലേ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആന്റി. ആ, നിങ്ങളും കിടക്ക്. മതി രണ്ടാളും ജോലി ചെയ്തത്. അടുത്ത നമ്പർ ഇവന്റെ അടുത്ത്. ഇതേ വർക്കൗട്ട് ആവാൻ സാധ്യതയുള്ളെന്നാ തോന്നുന്നു. ഇനി ഒരു സെന്റിമെന്റൽ ലൈന് പിടിക്കാം. പ്രണവ് അറിഞ്ഞില്ലേ, എനിക്ക് ചേരാത്ത കല്യാണാലോചനകള് നിധി എനിക്ക് വേണ്ടി കൊണ്ടുവരിക. ആരുടെയെങ്കിലും തലയിൽ എന്നെ കെട്ടിവെച്ച് എന്നെ ഒഴിവാക്കാനാ നിധിയുടെ ശ്രമം. ഏയ് ശിവാനി, നിധി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ചെയ്യും പ്രണവ്. നിധി പുറമെ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവൾക്ക് എന്നോട് ദേഷ്യം. നിധി ഒരു വയസ്സിനെ എന്റെ ഭർത്താവാക്കിയാലും അതിശയിക്കാനൊന്നുമില്ല. പിന്നെ ഗൗതം അതിന് കൂട്ട. നിധി പറയുന്നത് മാത്രമേ ഗൗതം കേൾക്കൂ. ഞാൻ ഏട്ടനോട് സംസാരിച്ചോളാം. വേണ്ട വേണ്ട, ഞാൻ കാരണം നിങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ വഴക്കിടരുത്. പ്രണവ്, നിധിയോട് ഒന്ന് സംസാരിക്കരുത്. ഇന്നും അവളുടെ കുഞ്ഞനിയനായി തന്നെ തുടരണം. ആര് വിചാരിച്ചാലും ഇനി എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ആഭാസന്റെ അടുക്കളയിൽ പുകയേറ്റ് കഴിയാനാവൂ എന്റെ വിധി. ഏയ് ശിവാനി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ശിവാനിയെ ഞാൻ രക്ഷിക്കും. ഇങ്ങനെ അതൊക്കെയുണ്ട്. പ്രണവിന്റെ മനസ്സിലെന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? എന്റെ മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നിന്നോളാം. ഇനി എന്റെ തലമുടി നോക്കി പറഞ്ഞു. ഇവൻ ഇപ്പൊ എന്നെ പ്രപ്പോസ് ചെയ്യും തീർച്ച. എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല ആന്റി, ചുമ്മാ വെറുതെ. പ്രണവിന്റെ അടുത്ത് എന്താണ് ഒരു ചുറ്റിക്കളി എന്ന് എനിക്ക് മനസ്സിലായില്ല. നീ നിധിയെ കണ്ടോ? ഒരു ഓസ്കാർ അഭിനയം അവളുടെ മുൻപിൽ നടത്തി. പ്രതിജ്ഞ തൽക്കാലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ അവൾ തീരുമാനിച്ചു. തൽക്കാലം അതങ്ങനെ പോട്ടെ. അതിനിടയില് അവരെ എങ്ങനെയെങ്കിലും പിരിക്കാനൊരു മാർഗം കണ്ടെത്ത്. അത് വേണം, ഇല്ലെങ്കിൽ ഭയങ്കര കുഴപ്പവും. ആന്റി ആ വഴിക്ക് ശ്രമിക്കാം. ഞാന് പ്രണവിനെ കറക്കാനുള്ള വഴി നോക്കാം. നമ്മൾ ആരെ കാണാനാ വന്നിരിക്കുന്നത്? ചോദിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ വീട് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഇതേ നമ്മുടെ ജ്യോത്സ്യരുടെ വീടാ. അതെനിക്ക് അറിയില്ലായിരുന്നു. ക്ഷേത്രത്തിനടുത്ത് ഇദ്ദേഹത്തിനൊരു ജ്യോതിശാലയും ഉണ്ടായിരുന്നു. അവിടെ പഞ്ചാംഗവും കലണ്ടറും ഒക്കെ എത്തിച്ചു കൊടുത്തുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. നമ്മൾ ജ്യോത്സ്യരെ കാണാൻ വന്നതാണെന്ന് വസുവോ ശിവാനിയോ അറിയരുതെന്ന് കരുതിയ ഞാൻ അവിടെ വെച്ച് പറയാതിരുന്നത്. അല്ലമ്മേ, ഇപ്പൊ എന്തിനാ നമ്മൾ ഈ ജ്യോത്സ്യനെ കാണുന്നത്? അടുത്ത വ്യാഴാഴ്ച ഗൗതമിന്റെ 30ാം പിറന്നാൾ. ഈ പിറന്നാൾ താണ്ടാൻ വേണ്ടിയിട്ട ദീർഘസുമംഗല യോഗമുള്ള വധുവിനെ തേടി ഞാൻ ഇറങ്ങിയതും ഒടുക്കം നീ എന്റെ കൂടെ നിൽക്കുന്നതും.
ദോഷങ്ങളൊക്കെ മാറിയെന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നമ്മളിവിടെ വന്നത്. നന്നായി. താലി പൊട്ടി വീണതിന് ശേഷം ഇതുവരെ പിന്നെ കെട്ടിയിട്ടില്ലല്ലോ. അതിന്റെ ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. എന്നിട്ടാണോ നീ വലിയ ഭീഷ്മ ശബ്ദമൊക്കെ എടുത്തത്? അങ്ങനെ പറ്റിപ്പോയി. വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാവില്ലല്ലോ. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ കാണാം. അമ്മ വരൂ. വാ. ഗൗതമിന്റെ 30-ാം പിറന്നാളിന് ഇനി ദിവസങ്ങൾ മാത്രം അല്ലേ? അതെ, ദോഷങ്ങളെല്ലാം മാറിയൊന്ന് ഉറപ്പുവരുത്താനാണ് ഞങ്ങൾ വന്നത്. പിറന്നാളിന് മുമ്പ് മുടങ്ങിപ്പോയ താലികെട്ട് നടത്തണം. അല്ലാതെ ദോഷങ്ങൾ മാറില്ല. ദീർഘസുമംഗലി യോഗമുള്ളവളെ വധുവായി കിട്ടിയിട്ടും താലി അഴിഞ്ഞു വീണത് ഒരു ദുസൂചന തന്നെയാണ്. അതിനുടനെ പരിഹാരം കാണണം. പരിഹാരമെന്ന് വച്ചാൽ അഴിഞ്ഞത് ഉചിതമായ മുഹൂർത്തത്തിൽ വീണ്ടും കെട്ടുക എന്നത് തന്നെ. അവിടെ നടന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ശിവാനിയുടെ വിവാഹം കഴിയാതെ ആ ചടങ്ങ് നടത്തില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കെ ഇവള്. ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്ക് അങ്ങനൊരു വാക്ക് കൊടുക്കേണ്ടി വന്നു. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കരുത്. ഭർത്താവിന്റെ ജീവനേക്കാൾ വലുത് കൊടുത്ത വാക്കാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പോവാം. അയ്യോ, ഒരിക്കലുമില്ല. എന്റെ വാക്കിനേക്കാളും ജീവനേക്കാളും വിലയുണ്ട് ഗൗതമിന്റെ ആയുസ്സിന്. എങ്കിലും ഗൗതമിന്റെ പിറന്നാളിന് മുൻപ് ശിവാനിയുടെ വിവാഹം നടത്താൻ പറ്റിയാൽ നന്നായിരുന്നു. അതൊന്നും നടക്കില്ല. ശിവാനിയുടെ ജാതകവുമായി അശോകൻ എന്നെ വന്ന് കണ്ടിരുന്നു. അവളുടെ വിവാഹവും അധികം വൈകാതെ നടക്കും. പക്ഷേ അടുത്ത വ്യാഴാഴ്ചക്ക് മുമ്പ് ഒട്ടും സാധ്യതയില്ല. രണ്ടുപേരുടെയും ജീവിതങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. ശിവാനിക്ക് മുമ്പേ വിവാഹയോഗം വന്നത് നിനക്കാ മോളെ. ആ സ്ഥിതിക്ക് ഇത് വെറൊരു ചടങ്ങ് മാത്ര. ഇതാണ് ആദ്യം നടക്കേണ്ടത്. നടന്നില്ലെങ്കിൽ ഗൗതമിന്റെ ജീവൻ ആപത്താണ്. നടന്ന കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ട് ആ ദോഷം അങ്ങോട്ട് മാറിക്കോളും. പിന്നെ ഗൗതമിന് നല്ല ശത്രുദോഷം കാണുന്നുണ്ട്. പിറന്നാളിന് മുമ്പ് വധശ്രമം പോലും ഉണ്ടായേക്കാം. മോളെ ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എന്റെ വാക്കിനേക്കാളും വിലയുണ്ട് ഗൗതമിന്. എന്ന് വേണമെങ്കിലും ചടങ്ങ് നടത്താൻ ഞാൻ തയ്യാറാ. പിറന്നാളിന് വളരെ കുറച്ച് ദിവസങ്ങളെ മുന്നിലുള്ളൂ. അതിനിടയിൽ ഓണവും വരുന്നുണ്ട്. ഉടനെയുള്ളൊരു മുഹൂർത്തം കിട്ടാൻ സാധ്യതയുണ്ടോ ജോത്സ്യരെ? മുഹൂർത്തമൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അതോർത്ത് പാർവതി വിഷമിക്കണ്ട. ഭഗവാനെ, പ്രതിജ്ഞ പാലിക്കാൻ പറ്റാത്തതിലും ആശങ്ക വേണ്ട. വാക്വ്യത്യാസം കാണിച്ചതിന് ഉചിതമായ ചില വഴിപാടുകൾ ഞാൻ കുറിച്ചു തരാം. അതൊക്കെ നടത്തി പ്രായശ്ചിത്തം ചെയ്താൽ മനസ്സിലെ ആ തടസ്സം അങ്ങോട്ട് നീങ്ങും. ശരി. എങ്കിൽ താലികെട്ടിന് തയ്യാറാണെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അതോടെ ഗൗതമിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമോന്ന് ഞാനൊന്ന് രാശിവെച്ച് നോക്കാം. ഗൗതം, നീ തിരക്കിലാണോ? ആ DV ഗ്രൂപ്പിന്റെ പ്രപ്പോസൽ നോക്കുമായിരുന്നു. അതിലെനിക്ക് ചില സംശയങ്ങളുണ്ട്. സംശയങ്ങളൊക്കെ തീർത്തിട്ട് മുന്നോട്ട് പോയാ മതി. ഒരിക്കൽ നമ്മൾ വേണ്ടാന്ന് വെച്ച കമ്പനിയാണത്. ശരിയാണ്. പക്ഷെ ഇപ്പൊ ദേവരാജനില്ല. മകനാണ് കാര്യങ്ങൾ നോക്കുന്നത്. അവൻ മിടുക്കനാ. ആന്റി, നമ്മുടെ മറ്റേ കാര്യം പറ. മറ്റേ കാര്യോ? എന്താ അമ്മേ? അടുത്ത വ്യാഴാഴ്ച നിന്റെ ബർത്ത്ഡേ ആണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഗൗതം. 30-ാം പിറന്നാൾ ആദ്യം വിഷയത ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. എടാ, നിന്റെ ബർത്ത്ഡേക്ക് ഒരു ഫംഗ്ഷൻ വെക്കണമെന്നാ എന്റെ ആഗ്രഹം. ഇനിയൊരു ഫംഗ്ഷൻ നടക്കേണ്ടത് ശിവാനിയുടെ കല്യാണമാണ്. ശിവാനി ഈ വീട്ടിലെ കുട്ടിയല്ല. ഇവളുടെ കല്യാണം ഈ കുടുംബത്തെ ഫംഗ്ഷൻ ആവുകയില്ല. അത് ശരിയാ.
ഞാൻ വേറെ ഗൗതം വേറെ. ശിവാനിയുടെ കല്യാണം ഞാൻ ഉദ്ദേശിച്ചത് ഈ വീട്ടിൽ നടക്കേണ്ട ചടങ്ങ് കൂടി ചേർത്താ. അതാദ്യം നടക്കട്ടെ, അത് കഴിഞ്ഞ് മതി മറ്റെന്തും. ചിലപ്പോ ഗൗതമന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ നിന്നാവും എനിക്ക് പറ്റിയ പയ്യനെ കിട്ടുന്നേ. ബർത്ത്ഡേ ഫംഗ്ഷൻ മുഴുവൻ വസന്തര ആന്റി നോക്കിക്കോളും. ഗൗതം വെറുതെ നിന്ന് തന്നാ മതി, അല്ലേ ആന്റി? അതെ, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഗൗതം. ശരി, പിന്നെ അങ്ങനെ നടക്കട്ടെ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഉണ്ടായിരുന്നല്ലോ.